പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠപരമായ നാമത്തിൽ മധ്യാഹ്ന സമയങ്ങളിൽ ദൈവസന്നിധിയിലാഗതരായിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവഭൃത്യന്മാർ, ദൈവജനമേവർക്കും എളിയവൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ യോഗം വളരെ മനോഹരമായി നല്ല വാക്കുകളോടുകൂടെ അധ്യക്ഷത പദവി അലങ്കരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ഈപ്പച്ചൻ പാസ്റ്റർ, വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീത കൺവെൻഷൻ പ്രഭാഷകൻ, എനിക്ക് ശേഷം പ്രസംഗിക്കുന്ന പാസ്റ്റർ ബിനു പറക്കോട് അവറുകൾ, ദൈവസഭയുടെ നേതൃത്വം, ഈ പന്തലിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ വിലപ്പെട്ട അവസരങ്ങൾ എനിക്ക് ലഭിച്ചത് എന്തെങ്കിലും എടുത്തു പറയുവാൻ ഉള്ളതുകൊണ്ടോ പ്രയത്നങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമല്ല. യേശു എന്നെ സ്നേഹിച്ചു. ആ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാനിടയാകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സ്റ്റേഡിയം ചർച്ചിൽ ഈ കൺവെൻഷനുകളുടെ അനുഗ്രഹങ്ങൾക്കായിട്ടുള്ള പ്രാർത്ഥനകൾ നടന്നപ്പോൾ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനിടയായിട്ട് ബഹുമാന്യ സ്റ്റേറ്റ് ഓവർസിയർ അദ്ദേഹത്തിന് ലഭിച്ച ആത്മപ്രകാശനം അനുസരിച്ച് ഈ പന്തലിലുടനീളം നടന്ന് പ്രാർത്ഥിപ്പാൻ ആഹ്വാനം നൽകിയപ്പോൾ തന്നോടൊപ്പം അന്ന് കടന്നു വന്ന ദൈവദാസന്മാർ, സഹോദരന്മാർ ഈ പന്തലിലുടനീളം കടന്നുപോയി പ്രാർത്ഥിപ്പാനിടയായിട്ട് ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക സാന്നിധ്യം. ഉച്ചയുറക്കം കഴിഞ്ഞുള്ള ആലസ്യം നമ്മെ ഭരിക്കുന്ന ഒരു സമയമാണ് ഇത്. ദീർഘവർഷങ്ങളായിട്ട് സദസ്സിലിരിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ നന്നായിട്ടറിയാം ഈ സമയത്തെക്കുറിച്ച്. എനിക്ക് ഞാനിങ്ങനെ ഒരു നർമ്മം വായിച്ചിട്ടുണ്ട്. ഒരു ബസ്സിൽ യാത്രക്കാർക്ക് ഉറങ്ങി യാത്ര ചെയ്യാൻ സാധിച്ചാൽ ആ യാത്രയെ വിശേഷിപ്പിക്കാവുന്ന പേര് സുഖയാത്ര. ബസ്സിന്റെ കണ്ടക്ടർ ഉറങ്ങുകയാണെങ്കിൽ ആ യാത്രയെ വിശേഷിപ്പിക്കാം സൗജന്യ യാത്ര. ഇനിയും ആ ബസ്സിന്റെ ഡ്രൈവർ ഉറങ്ങിയാലോ അത് ലാസ്റ്റ് യാത്രയാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഈ പകൽക്കാലം ഉച്ച കഴിഞ്ഞ സമയത്ത് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത്. മനോഹരപ്പെട്ട കാലിക പ്രസക്തമായ ആപ്തവാക്യമാണ് നമുക്ക് മുകളിൽ ഇവിടെ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. സ്ഥിരതയോടെ ഓടുക. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ ആപ്തവാക്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനാണ് ഞാനും താല്പര്യപ്പെടുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ 58-ാമത്തെ പുസ്തകമാണ് എബ്രായ ലേഖനം. 13 അധ്യായങ്ങൾ, 303 വാക്യങ്ങൾ. AD 68 കാലയളവിൽ റോമിൽ വെച്ച് ഇത് എഴുതിയതായിട്ട്
വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എഴുത്തുകാരൻ ആരെന്ന് വെളിപ്പെടുത്താത്ത പുതിയ നിയമ ഗ്രന്ഥമാണ് എബ്രായ ലേഖനം. രണ്ടു വാദഗതികൾ അതിശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് പൗലോസ് ആണെന്നും അല്ലെന്നും ലേഖനകർത്താവ് എന്ന് സംബോധന ചെയ്യുന്നതായിരിക്കും ഉചിതം. ഈ ലേഖനത്തെ പറ്റി നാം അധികമായി പഠിക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങളും പഴയ നിയമത്തിൻ്റെ ആശയങ്ങളും പുതിയ നിയമം മർമ്മങ്ങളായി വെളിപ്പെടുത്തി ദൈവസഭയ്ക്ക് കൊടുക്കുന്ന മനോഹരപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധന ദേവാലയ കേന്ദ്രീകൃതമായിരുന്നു. എന്നാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധന അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. സ്ഥലമല്ല വിഷയം. അങ്ങോട്ട് ചെല്ലണം, ദേവാലയത്തിലേക്ക് ചെല്ലണം, മതകേന്ദ്രത്തിലേക്ക് ചെല്ലണം. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട്, അങ്ങോട്ട് ചെല്ലണ്ട. തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് സമീപം എയർപോർട്ടുകളൊക്കെ പണിത് എന്തിന് ഉദ്ഘാടനം ചെയ്തു? ജനം അങ്ങോട്ട് ചെല്ലണം. എന്നാൽ ലോകത്തെവിടെയും മരച്ചുവട്ടിലോ വീതികളിലോ സഭയിലോ പന്തലിലോ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഭക്തന്മാർ കൂടി വരുന്നവരുടെ നടുവിൽ ഇറങ്ങി വരുന്ന യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. സ്തോത്രം. അങ്ങോട്ട് ചെല്ലാനല്ല പറയുന്നത്, നമ്മുടെ നടുവിലേക്ക് കടന്നു വരുന്ന യേശു ക്രിസ്തു. അവൻ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മോട് കൂടെ അവനുണ്ട്. ഈ എബ്രായ ലേഖനം അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്തയാഗം, 2 ശ്രേഷ്ഠ മഹാപൗരോഹിത്യം. എബ്രായ ലേഖനകർത്താവ് ഉടനീളം യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ട് മനോഹരമായി ചിത്രീകരിച്ച് ഈ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. 3-ാമത്തെ വാക്യം എബ്രായ ലേഖനം. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ വിളിക്കോഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുക. യേശു ക്രിസ്തുവിനെ അതിമനോഹരമായ നിലയിൽ മഹാപുരോഹിതനായിട്ട് ഈ ലേഖനകർത്താവ് അവതരിപ്പിച്ചിട്ടുണ്ട്. 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വേദഭാഗം, യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയ ഏക ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ലോകം കണ്ട സകല പുരോഹിതന്മാരും മരണം വഴിയായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒറ്റ മഹാപുരോഹിതൻ മാത്രം തൻ്റെ ശിഷ്യന്മാർക്ക് ടാറ്റ കൊടുത്ത് ആമേൻ അവർക്ക് പ്രത്യാശ കൈമാറി വീണ്ടും വരുമെന്നുള്ള ഉറപ്പ് നൽകി ആകാശത്തൂടെ പിതാവിന്റെ അടുക്കലേക്ക് കടന്നുപോയ ഒറ്റ മഹാപുരോഹിതനെയുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. എബ്രായ ലേഖനം 6:20 മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു. 9-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, യേശു ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനാണ്. എന്തെങ്കിലും നന്മ 2024 വെളിപ്പെടണമെന്ന്
ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ, നസ്രയത്തിൽ നിന്ന് മാത്രമേ ആ നന്മ വെളിപ്പെടത്തുള്ളൂ. നസ്രയത്തുകാരനായ യേശുവിന് മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലവും അവന്റെ കരങ്ങൾ ശക്തമായതുകൊണ്ട് നാം ഇവിടെ ആത്മനിറവിൽ അവനെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിന്റെ മനോഹരമായിട്ടുള്ള ഇതിവൃത്തങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതാണ് യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്ഥിരതയോടെ ഓടുക. സ്തോത്രം. സ്ഥിരതയോടെ ഓടുക. ഈ വാക്യത്തിന്റെ ആപ്തവാക്യത്തിന്റെ ലളിതമായ അർത്ഥം എന്താണ് എന്നൊരു ബഹുമാന്യ ദൈവദാസൻ എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് ചിന്തിപ്പാൻ ഇടയായിത്തീർന്നത്. എബ്രായ ലേഖനകർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. ഏറ്റവും ലളിതമായ അർത്ഥം 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുക. സ്തോത്രം. സ്ഥിരതയോട് ഓടുക എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അർത്ഥം, നിന്റെ ആദ്യ വിശ്വാസം നീ അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്ക് സ്ക്രിപ്ചറൽ ബേസിസിൽ, തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആശയത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 1-ാം വാക്യത്തോട് ചേർക്കണം 2-ാം വാക്യവും. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് അവർ സാക്ഷികളാണ്. സാക്ഷ്യം നീട്ടിപ്പറയുന്നവരല്ല സാക്ഷികൾ. ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് എല്ലാവരും ചുരുക്കത്തിലേ പറയാമെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് കൂടുതലെന്ന് ചിലരെങ്കിലും എടുത്തിരിക്കും. സാക്ഷ്യം നീട്ടിപ്പറയുന്നവരല്ല സാക്ഷികൾ, മറിച്ച് സാക്ഷ്യ ജീവിതം നയിക്കുന്നവരാണ് സാക്ഷികൾ. ആ ഭക്തന്മാരെ കുറിച്ച് 11-ാമത്തെ അധ്യായത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ആ 2ലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ ഈ ചിന്താവിഷയത്തിന്റെ സ്ക്രിപ്ചറൽ ആയിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ നായകനും, ഹി ഈസ് ദ ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ റേസ്. പ്രൈസ് ദി ലോർഡ്. ആ ഓട്ടത്തെക്കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ ഓട്ടത്തെക്കുറിച്ച് അടുത്ത ഭാഗത്ത് പറയാണ്, തനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിക്കുകയും പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം ഒന്ന് നന്നായിട്ട് നോക്കുക. പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് സാക്ഷികളുടെ വലിയ സമൂഹം എന്ന് പറയുമ്പോൾ തന്നെ അവരെ ആരെയും നോക്കാൻ പറയുന്നില്ല, യേശുവിനെ മാത്രം നോക്കാനാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, തനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിക്കുകയും പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ 2 വിധത്തിലുള്ള ക്ലേശങ്ങളാണ് ലോകം നൽകിയത്. ഒന്ന്, അപമാനം. സ്തോത്രം. ഒത്തിരി പരിഹാസം യേശുക്രിസ്തു ഏറ്റു. എന്തിനേറെ പറയണം, അപ്പുറത്തും ഇപ്പുറത്തും
രണ്ട് കൊള്ളക്കാരുടെ നടുവിൽ യേശു ക്രിസ്തു തൂങ്ങുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി എത്തിയപ്പോൾ ആ യേശു ക്രിസ്തുവിനെ പ്രൈസ് ദി ലോർഡ് ലോകം ക്രൂശിപ്പാനിടയായി തീർന്നു. ആ ക്രൂശീകരണം രണ്ട് തടവുകാരുടെ നടുവിലാണ്. അവനെ പരിഹസിക്കുന്നതിന്റെ പരമാവധിയാണ്. ദൈവപുത്രനെ രണ്ട് തടവുകാരുടെ നടുവിൽ, രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ, രണ്ട് കൊള്ളക്കാരുടെ നടുവിൽ അവനെ നിർത്തിയത് അവനെ പരിഹസിക്കാൻ വേണ്ടിയായിരുന്നു, അവനെ നിന്ദിക്കാൻ വേണ്ടിയായിരുന്നു. എങ്കിലും യേശു ക്രിസ്തു ആ ക്രൂശിനെ സഹിപ്പാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ക്രൂശിനെ സഹിച്ചു. അതുകൊണ്ട് ആമേൻ അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ആമേൻ എത്തുവാനിടയായി തീർന്നു. അപ്പോൾ ഈ യേശു ക്രിസ്തു നമുക്ക് മുൻപിൽ ഓടിയപ്പോൾ അവൻ ഈ ഓട്ടത്തിന്റെ ആമേൻ നായകനാണെങ്കിൽ, ഒന്ന് അവൻ അപമാനമേറ്റു, രണ്ട് ഒത്തിരി ക്ലേശങ്ങളേറ്റു. ആ യേശു ക്രിസ്തുവിന്റെ പുറകിലാണ് നാം ഓരോരുത്തരും ഓടുക. സ്ഥിരതയോടെ ഓടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം യേശു കാണിച്ച പ്രകാരമുള്ള മാതൃക പ്രകാരം നമുക്ക് ഓടുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. ഈ സ്ഥിരത എങ്ങനെ നമുക്ക് ലഭിക്കും? എങ്ങനെയാണ് നമുക്ക് സ്ഥിരത ലഭിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-3 വേദഭാഗങ്ങളിൽ വായിക്കുന്നു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിവീൻ. വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെയാണ് ഒന്ന്, അഭിഷക്തന്മാരെ, ദൈവജനത്തെ ദൈവം സ്ഥിരതയുള്ളവരാക്കി മാറ്റുന്നത്. ആ പുസ്തകത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ അതിന് ഉദാഹരണമായി 5-ാമത്തെ അധ്യായത്തിൽ ഇയ്യോബിനെ എടുത്തു കാണിക്കുകയാണ്. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ കഷ്ടത നാം കേട്ടും ദൈവം അവന് നൽകിയ അവസാനം നാം കണ്ടുമിരിക്കുന്നു. യോബിന്റെ സഹിഷ്ണുതയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിസമ്പന്നനായിരുന്ന ഒരു മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് സാമ്പത്തിക മേഖലകളിൽ തകർന്നടിയുവാനിടയായി തീർന്നു. രണ്ട്, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ, വെണ്ണയിൽ കാല് കഴുകിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഒരു ദിവസം അദ്ദേഹം ഒരു മാറാരോഗിയായി തീർന്നു. ശരീരം മുഴുവനും പരിക്കളാൽ ബാധിതനായി തീർന്ന് ഓട്ടിൻ കഷ്ണമെടുത്ത് ചാരത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3, ലാളിച്ച് വളർത്തിയ 10 മക്കൾ, 7 ആൺമക്കൾ, 3 പെൺമക്കൾ, ഒറ്റ ദിവസത്തിലെ അനർത്ഥങ്ങൾ കൊണ്ട് 10 പേരും നഷ്ടപ്പെട്ടു. എങ്കിലും ആ ഭക്തൻ അതിന്റെ നടുവിൽ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, ആമേൻ, എന്നെ ശോധന കടിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പുരാതന ഭക്തൻ ഒരു കാര്യം അറിയാം, പ്രൈസ് ദി ലോർഡ്, തമ്പുരാൻ എന്നെ പൊന്നുപോലെയാണ് തീക്കകത്തിൽ, ശോധനയ്ക്കകത്തിൽ ഇട്ടിരിക്കുന്നത്. നശിപ്പിക്കാനല്ല, തട്ടാൻ സ്വർണം തീക്കകത്തിലിടുന്നത്, മറിച്ച് കൂടുതൽ ശോഭയോടുകൂടെ അത് പുറത്തു വരാനാണ്. ഇന്ന് അനുഭവിക്കുന്ന ചില വേദനകളും കഷ്ടതകളും നിന്നെ കൂടുതൽ തിളക്കമുള്ളവനാക്കി പുറത്തു വരുവാൻ ഉപകരിക്കുമെന്ന് ആത്മാവിൽ മനസ്സിലാക്കിക്കൊള്ളണം. ആളുകൾ എന്തുകൊണ്ട് സ്വർണം വാങ്ങിക്കുവാനായിട്ട് ഇത്രയധികം കാശുകൾ മുടക്കുന്നു എന്ന് നാം ചിന്തിച്ചാൽ, ആ സ്വർണത്തോട് നമുക്ക് ചോദിച്ചാൽ, സ്വർണം ഒരു കാര്യം വിളിച്ചു പറയും, ഒരിക്കൽ ഞാൻ കുഴിക്കകത്തിൽ മണ്ണിനൊപ്പം കടന്നവനാ, എന്നാൽ അതിനുശേഷം ഞാൻ തീക്കകത്തിലൂടെ കടന്നുപോയി. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് വിലപിടിപ്പുള്ളത്.
ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിലപിടിപ്പുള്ളത് ചിലത് ജീവിതത്തിൽ ശുശ്രൂഷയിൽ വേണമെങ്കിൽ അതികഠിനമായ ചില ശോധനയിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തിലുണ്ട്. ഭാരപ്പെടണ്ട, തമ്പുരാനിനെ പുറത്തെടുക്കും. ആമേൻ. 2024 എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ തമ്പുരാൻ എന്നെ പുറത്തെടുക്കുന്ന നാളുകൾ എന്റെ മുൻപിലുണ്ട്? പ്രൈസ് ടു ജീസസ്. പരിശോധനകൾക്കപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? മഹാനായ കുക്കുസായിപ്പ് മുളക്കടയിൽ ബൈബിൾ സ്കൂൾ പണി കഴിച്ച സമയത്ത്, ഏകദേശം 100 വർഷങ്ങൾക്ക് പുറകിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ച് ആ കെട്ടിടം തകർന്നു വീണു. അദ്ദേഹത്തിന്റെ ആത്മകഥയിലുണ്ട്. ആ കുക്കുസായിപ്പിന് വളരെ ഭാരം വന്നു. ദൈവമേ, ഞെരുക്കത്തിൽ നിന്ന് ഞാൻ പണി കഴിപ്പിച്ച ഈ കെട്ടിടം താഴെ വീഴുവാനായിട്ട് എന്താ കാരണം? കുക്കുസാഹിബിന്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ചു, മകനെ, എല്ലാം നന്മയ്ക്ക്. കുക്കുസാഹിബ് ചോദിച്ചു, ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന എന്നാ നന്മ കിട്ടാനാ? സ്തോത്രം. അനന്തരം അത് പണിതുകൊണ്ടിരുന്ന മേശരി പിണങ്ങിപ്പോയി. പിന്നീട് മറ്റൊരു ദൈവദാസൻ വേറെ റാന്നി ഭാഗത്തുനിന്ന് ഒരു പുതിയ ദാനിയേൽ എന്ന് പറയുന്ന ഒരു മേശരിയെ കൊണ്ടുവന്നു. അദ്ദേഹം അന്ന് കുക്കുസായിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ബൈബിൾ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പകൽവേളകളിൽ നേരത്തെ എഴുന്നേറ്റ് ജോലി ചെയ്ത് ബൈബിൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ആ മനുഷ്യൻ വചനം പഠിച്ചു. അദ്ദേഹം സ്നാനപ്പെട്ടു. ആശാരിയായിട്ട് മേശരിയായിട്ട് കടന്നു വന്ന മനുഷ്യൻ, അദ്ദേഹം പിന്നീട് ഒരു ഉത്തമ സുവിശേഷകനായപ്പോൾ കുക്കുസായിപ്പിന് മനസ്സിലായി, ദൈവം പറഞ്ഞത് മകനെ ഇത് നന്മയ്ക്കായിട്ടാ. അഭിഷക്തന്മാരെ, ചില വേദനകൾ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങളെ കൊണ്ട് ചിലതിനെ പുറത്തെടുപ്പിക്കുമെന്ന്. ഇന്ന് കാണുന്ന ചില ഡ്രൈ ആയിട്ടുള്ള ആമേൻ വളരെയധികം കഠിനമായ വേലകളിൽ കൂടി കടന്നു പോകുന്ന ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ദൈവം ചിലതിനെ നിന്റെ കരങ്ങൾ കൊണ്ട് സ്നാനപ്പെടുത്താൻ പോവുകയാണ്. ചിലതിനെ ദൈവം പുറത്തെടുക്കുവാൻ ഒരു അഭിഷേകം നിന്റെ മേൽ പകരുന്നുണ്ട്. ഹല്ലേലൂയ. പരിശോധനകൾക്കപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് മാതാക്കളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ഭാഗത്ത് പ്രലോഭനവും അപ്പുറത്ത് പ്രതികൂലവും ഹന്ന അനുഭവിച്ചെങ്കിലും പായ മടക്കിയില്ല, വായ അടക്കിയില്ല, ശബ്ദം ഉയർത്തി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. അതുകൊണ്ട് ലോകം അറിയപ്പെടുന്ന ഒരു തലമുറയെ ദൈവം കൊടുത്തു. നശിച്ചു പോകാത്ത ഒരു തലമുറയെ ദൈവം കൊടുത്തു. നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ആത്മഭാരമുള്ളവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ, പായ മടക്കരുത്, വായ അടക്കരുത്. ദൈവസന്നിധി പ്രതികൂലത്തിന്റെ നടുവിൽ ആത്മശക്തിയോടുകൂടെ ആത്മാവ് പറയുന്നു, 2024 പ്രാരംഭ സമയത്ത് ചിലതിനെ ദൈവാത്മാ പുറത്തെടുക്കാൻ പോകുക. ഒന്ന്, പരിശോധനകൾ ദൈവവൈതലിന് സ്ഥിരത നൽകും. 2, തിരുവെഴുത്തുകൾ. സ്തോത്രം. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം, തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരത. റോമൻസ് 15:4. ലോകത്തൊറ്റ ഗ്രന്ഥം മാത്രമേ ഉള്ളൂ, ദൈവനിശ്വാസ്യമായ ഗ്രന്ഥം. അത് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. ലോകത്ത് ഏറ്റവും പൗരാണികമായ ഒരു ഗ്രന്ഥമാണ് നാം ചുമക്കുന്നത്. ലോകത്താദ്യം അച്ചടിച്ചു കണ്ട ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. 2800-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തിന്റെ ചുമട്ടുകാരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിൽ ഏറ്റവും അധികം ജനവിഭാഗങ്ങളിലേക്ക് എത്തപ്പെട്ടതായ പുസ്തകം, ലോകത്തെ ഏറ്റവും അധികം കോപ്പികൾ വിറ്റഴിച്ച പുസ്തകം. എന്തിനധികം പറയുന്നു, മനുഷ്യൻ ചന്ദ്രനിലെത്തിയപ്പോൾ അവിടെ വായിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണെന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആ വചനത്തെ കുറിച്ച് വചനം തന്നെ പറയുന്നത്, എന്റെ വചനം അതിവേഗം ഓടുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
3:15 കഴിഞ്ഞ സമയത്ത് ഈ തിരുവല്ല പട്ടണത്തിൽ ഈ പ്രഭാഷണം നടക്കുമ്പോൾ തന്നെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അങ്ങ് മൈലുകൾക്കപ്പുറത്ത് ചില ഭവനങ്ങളിൽ, അങ്ങ് മൈലുകൾക്കപ്പുറത്ത് ചില സഭകളിൽ, തലമുറകളിൽ, രാജ്യങ്ങൾ കടന്ന് അതിന്റെ പരിവർത്തനം വെളിപ്പെടുവന്ന് വചനം അയച്ചവരെ സൗഖ്യമാക്കിയെന്നുള്ള വചനം ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഒരു രോഗിയായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിന് നിന്നെ സൗഖ്യമാക്കുവാൻ ആമേൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസം ദൈവശക്തിയായി വ്യാപരിക്കുന്നെങ്കിൽ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടു. അശോക് മാത്യു പാസ്റ്റർ പ്രസംഗിച്ച വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ. ഓ പ്രൈസ് ഗോഡ്, ആമേൻ. നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് ആമേൻ ഇടവിടാതെ ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് ദൈവശക്തിയായിട്ട് വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ ശക്തി ചിലത് ചുമന്നുകൊണ്ട് പോകാൻ പോവുക. എന്റെ വചനം തീ പോലെയാ പാറയെ തകർക്കുന്ന ചുറ്റിക. അഭിഷക്തനെ പാറ പോലെ നിൽക്കുന്ന ചില വിഷയങ്ങളിലെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ചിലത് ഉടയപ്പെടാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നു? തീ പോലെ ചില അന്ധകാര ബന്ധനങ്ങളെ ഫെലിസ്ത്യ ദേശത്ത് ഫെലിസ്ത്യൻ ശിംശോനെ ബന്ധിച്ച ബന്ധനം ഫെലിസ്ത്യ ഭവനത്തിൽ ദൈവത്തിന്റെ തീ അഭിഷക്തനുമേൽ വ്യാപരിച്ചപ്പോൾ ചില ബന്ധനങ്ങൾ കരിഞ്ഞു മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ശുശ്രൂഷ മേഖലകൾക്കെതിരെ തലമുറകൾക്കെതിരെ ദൈവപ്രവർത്തികൾക്കെതിരെ നിൽക്കുന്ന ചില ബന്ധനങ്ങളെ കരിച്ചു മാറ്റുവാൻ വചനത്തിന്റെ ശക്തിക്ക് കഴിയും. സ്വത്രം അഭിഷക്തന്മാർ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. സദൃശ്യവാക്യങ്ങൾ 28:9 ന്യായപ്രമാണത്തിന് മുഖം തിരിച്ചു കളഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാകുന്നു. വചനം ധ്യാനിക്കാതെ, വചനം വായിക്കാതെ, വചനം ഉൾക്കൊള്ളാതെ, വചനം ഏറ്റെടുക്കാതെ ആമേൻ ജീവിക്കുന്ന ഒരുത്തന്റെയും പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമല്ല. നീ വചനം പ്രമാണിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ചില മറുപടികൾ പരിശുദ്ധാത്മാ നിയോഗത്തോടുകൂടെ പറയുക, വേഗത്തിൽ ചില മറുപടികൾ എന്റെ ദൈവം 2024 ചില വിഷയങ്ങൾക്ക് മുത്തേൽ ഒരുക്കി തരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. വചനം നമുക്ക് പ്രയോഗിക്കാനുള്ളതല്ല, വചനം നമുക്ക് ജീവിക്കാനുള്ളതാണ്. ഒരിക്കൽ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു മനുഷ്യൻ എണ്ണ വിൽക്കുക. എന്തോ എണ്ണയാണെന്നറിയാമോ? തലമുടി വളരാനുള്ള എണ്ണ. എവിടാന്നൊന്നും ചോദിക്കല്ലേ. സ്വത്രം ഇപ്പോൾ ഉണ്ടോയെന്നും ചോദിക്കല്ലേ. സ്വത്രം ആളുകളെല്ലാം ഒത്തിരി പേര് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അല്ല, അതിൽ ഒരുത്തം മിടുക്കനായിരുന്നു. പുള്ളി നോക്കിയപ്പം വിൽക്കുന്ന ആടെ തലയിൽ എന്തില്ല? മുടിയില്ല. സാറിൻ്റെ തലയിൽ എന്തില്ല? മുടിയില്ലല്ലോ. പിന്നെ ഇത് ഇച്ചിരി തേച്ചാ പോരെ, മുടിയൊക്കെ കിളിർക്കത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ആ വിൽപ്പനക്കാരൻ പറഞ്ഞു, നോട്ട് ഫോർ അപ്ലൈ ബട്ട് ഫോർ സപ്ലൈ എന്ന് പറഞ്ഞാൽ തേക്കാനുള്ളതല്ല, വിൽക്കാനുള്ളതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. വചനം ആമേൻ വിൽക്കാനുള്ളതല്ല, നിന്റെ ജീവിതത്തിൽ പ്രായോഗികത്തിലേക്ക് വരാനുള്ളതാ. വചനത്തെ പ്രമാണിക്കുന്ന, വചനം അനുസരിച്ച് ജീവിക്കുന്ന ദൈവിക അഭിഷക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓട്ടം എങ്ങനെയുള്ളതായിരിക്കണം? 3 ചിന്തകൾ ഞാൻ വേഗം പറയാം. 1, ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം 13-ാമത്തെ വേദഭാഗം. യോസഫിനോട് പോത്തിഫറിന്റെ ഭാര്യ പറഞ്ഞു, എന്നോട് ശയിക്കാം. വചനം എഴുതിയിരിക്കുന്നു, യോസഫ് പുറത്തേക്കൂടി. പാപം ഭംഗിലമായ അവസ്ഥയിൽ നിന്ന് പുറത്തേക്കോടാൻ എൻ ദൈവജനം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. രുചികരമായ ഭക്ഷണം, വിലപിടിപ്പുള്ള വസ്ത്രം, വരവുള്ള ജോലി എല്ലാം വിട്ടേച്ച് പുറത്തേക്കോടി. കാരണം എന്താ? പാപത്തെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ശത്രു പറഞ്ഞു, ജയിലിൽ ഇട്ടുകൊണ്ട് നിന്റെ ഭാവി ഞാൻ ഒതുക്കും. വെല്ലുവിളികളുണ്ടോ? ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. വിശുദ്ധിക്ക് വേണ്ടി നിന്നതുകൊണ്ട് അബ്രഹാം വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തവനാ. കൊച്ചുമകന്റെ മകനായ യോസഫ് വിശുദ്ധിക്ക് വേണ്ടി നിന്നു. ഇന്ന് പകൽക്കാലം ആമേൻ വിശുദ്ധിക്ക് വേണ്ടി ആമേൻ നിന്നതുകൊണ്ട് നിന്നെ ഒതുക്കാമെന്ന് ഏതെങ്കിലും ശക്തികൾ, ഏതെങ്കിലും കാരാഗ്രഹം ശ്രമിച്ചാൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറയട്ടെ, ഒതുക്കാൻ കഴിയത്തില്ല.
പ്രൈസ് ഗോഡ്. സ്തോത്രം. സ്വന്തം സഹോദരന്മാർ സ്വന്തം ദേശത്ത് വെച്ച് സ്വപ്നത്തെ പൊട്ടക്കുഴിയിലിട്ട് തകർക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം ഈജിപ്ത് എന്ന് പറയുന്ന ജാതീയ രാഷ്ട്രത്തിൽ സ്വപ്നത്തിന്റെ പൂർത്തീകരണം വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൂത് വിളിച്ചു പറയാം. ഒതുക്കാൻ ശ്രമിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ വിശുദ്ധിയോടുകൂടെ നീ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ, ദൈവം നിനക്ക് വേണ്ടി ചില വഴികളെ ഒരുക്കുന്ന ദൈവമാണ്. യോസഫിനെ ദൈവം ഉയർത്തിയത് ആമേൻ ഈജിപ്തിലാണ്, ജാതീയ രാഷ്ട്രത്തിലാണ്. ഇന്ന് പകൽക്കാലം വചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ജാതീയ മേഖലകളിൽ ജയിച്ചു നിൽക്കുന്ന ഒരു അഭിഷേകം ദൈവം ചില മേഖലകളിൽ ആമേൻ ശക്തമായിട്ട് ദൈവിക അഭിഷക്തന്മാരുടെ മേൽ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ജാതീയ മേഖലകളിൽ, അന്ധകാര മേഖലകളിൽ ജയിച്ചു നിൽക്കുന്ന ഒരു അഭിഷേകം. അഭിഷക്തന്മാരുടെ കരം ആമേൻ ദേശങ്ങൾ ഉയർന്നു നിൽക്കണം. പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദം ദേശത്ത് ഉയർന്നു നിൽക്കണം. ഇന്ന് പകൽക്കാലം എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട്? എല്ലാ നാമത്തിലും മേലായ നാമത്തെ നമ്മൾ ആരാധിക്കുന്നവരല്ലേ? എല്ലാ നാമത്തിലും മേലായ നാമത്തെ ഉയർത്തുന്നവരല്ലേ? ആമേൻ, നിന്നെ ഒതുക്കുന്ന ശക്തികളുടെ മേൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ജയം വേണം. ജാതീയ രാഷ്ട്രത്തില യോസഫിനെ ദൈവം ഉയർത്തിയത്, ജാതീയ രാഷ്ട്രത്തില മൊർദെഖായിയെ ദൈവം ഉയർത്തിയത്, ജാതീയ രാഷ്ട്രത്തില ദാനിയേലിനെ ദൈവം ഉയർത്തിയത്. എല്ലാവരും ഭക്തന്മാരായിരുന്നു, പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആമേൻ. ഭരണകൂടം എതിരായാലും, തന്ത്രങ്ങൾ ഒരുക്കിയാലും, നിയമങ്ങൾ എതിരായി ഒരുക്കിയാലും ദൈവസഭയ്ക്ക് ഭാരതത്തിന്റെ മണ്ണിൽ ഒരു ഉയർച്ചയുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു ദൈവ പ്രവർത്തി ചലിക്കുമെന്ന്. പാപം നിലനിൽക്കുന്നിടത്തുനിന്ന് പുറത്തേക്ക് ഓടുക. സ്വത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18:46. മുമ്പായി ഓടുക. ഏലിയാവ് മുമ്പായി ഓടി. ഒപ്പം ഓടിയ ആഹാബിന് മുമ്പായിട്ടല്ല, മറിച്ച് രഥത്തിൽ കുതിച്ചു പാഞ്ഞ ആഹാബിന് മുൻപായിട്ട ഏലിയാവ് ഓടിയത്. അന്ധകാര ശക്തികൾക്കെതിരെ, ബാലശേര ശക്തികൾക്കെതിരെ കർമ്മേലിന്റെ കൊടുമുടിയിൽ കയറിയുന്നുണ്ട് പ്രാർത്ഥിച്ച് ആത്മമണ്ഡലത്തിൽ തീയിറക്കിയ അഭിഷക്തനെ ആമേൻ ആഹാബ് എന്ന് പറയുന്ന രാജാവ് അവഗണിച്ചെങ്കിൽ ദൈവം അവന്റെ കാലിനൊരു ബലം നൽകുവാനിടയായിത്തീർന്നു. നിന്നെ അവഗണിച്ചവന്റെ മുൻപിൽ നീ ഓടണം. ഏലിയാവേ, ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. അവഗണിച്ച് ഒതുക്കുവാൻ ആഹാബ് ശ്രമിച്ചപ്പോൾ ആമേൻ പ്രാർത്ഥിച്ച് ഇരുണ്ട ശക്തികൾക്കെതിരെ ശക്തമായി നിന്ന ഏലിയാവിനെ ദൈവ ശക്തമായി ഉപയോഗിച്ചു. ചിലതിന് മുൻപിൽ ഓടണം, എന്നും പുറകിൽ നിൽക്കരുത് കേട്ടോ. ഉടമന ഹത്തുന റഗൽപ്രമന എന്നും ഒരേ നിലവാരത്തിൽ നിൽക്കരുത്. ആഹാബിയ ശക്തികൾക്ക് ആമേൻ മുൻപിലോടുന്ന ഒരു അഭിഷേകം എന്ന പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഉടമന ഹത്തുന വൈഡപ്രമന ഗടഗരഗദന. ഹല്ലേലൂയ. റെയ്നാഡ് ബോംഗെ എന്ന് പറയുന്ന അഭിഷക്തൻ ആഫ്രിക്കയിൽ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഒരു വിസയ്ക്ക് വേണ്ടി അദ്ദേഹം പല പ്രാവശ്യം അപേക്ഷിച്ചു. 1 വർഷമല്ല, 2 അല്ല, 5 അല്ല, 9 വർഷം അദ്ദേഹത്തിന്റെ വിസ നെഗ്ലക്ട് ചെയ്തു, നിരസിച്ചു. താൻ വിട്ടുകൊടുത്തില്ല, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ബെനിൻ എന്ന് പറയുന്ന മറ്റൊരു കൊച്ചാഫ്രിക്കൻ രാഷ്ട്രത്തിൽ താൻ ശുശ്രൂഷിക്കുമ്പോൾ റെയ്നാഡ് ബോംഗെ അവിടുത്തെ പ്രസിഡന്റുമായി പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് നൈജീരിയയിലേക്ക് ഒരു വഴി ദൈവം തുറന്നു കൊടുത്തു. ദൈവം തുറന്നു കൊടുത്തതിന്റെ ശ്രേഷ്ഠത കേട്ടോണം. ആ സമയത്ത് 9 വർഷങ്ങൾക്ക് ശേഷം പ്രാർത്ഥനകളുടെ മറുപടി ദൈവം കൊടുക്കുമ്പോൾ നൈജീരിയയുടെ പ്രസിഡന്റ് ഒരു മുസ്ലിം ആയിരുന്നു. ആ മുസ്ലിമിൽ കൂടെ ദൈവം റെയ്നാഡ് ബോംഗയ്ക്ക് വേണ്ടി നൈജീരിയയുടെ വാതിൽ ദൈവം തുറന്നു കൊടുത്തു. അത് അടുത്തത് കേട്ടോണം. ആ പ്രസിഡന്റ് പ്രൈവറ്റ് വിമാനം അയച്ചു കൊടുത്തിട്ടാണ് റെയ്നാഡ് ബോംഗയെ ആഫ്രിക്കയിലെ നൈജീരിയ എന്ന് പറയുന്ന ദേശത്തേക്ക് പ്രൈവറ്റ് വിമാനം അയച്ചു കൊടുത്ത് അവിടേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നത്.
9 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം പ്രവർത്തിപ്പാനിടയായി. പ്രവർത്തിച്ചപ്പോൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലകളിൽ ഇന്ന് പകൽക്കാലം ദീർഘനാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനമേ, മാതാക്കളെ, ചില വിഷയങ്ങൾക്കകത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? റമന ഹത്തുന റമന. വർഷങ്ങൾ മുമ്പോട്ട് പോയാലോ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് ആര് ഭരിച്ചോട്ടെ, ആരെതിർത്തോട്ടെ, എന്നാൽ ദൈവജനത്തിനു വേണ്ടി ദൈവം വാതിലുകളെ തുറക്കുമെന്ന്. ജീസസ്. ഒറ്റ ചിന്തയോട് പറഞ്ഞ എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുകയാണ്. 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വേദഭാഗം, അതിന്റെ അവസാന ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. നമ്മുടെ ഓട്ടം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുന്നതായിരിക്കണം. BSc മാത്സ് പാസ്സായി MBAക്ക് അഡ്മിഷൻ എടുത്ത ഒരു മനുഷ്യനാണ് ഞാൻ. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത് കൊണ്ട് 1 മാസങ്ങൾക്ക് ശേഷം അത് ക്യാൻസൽ ചെയ്ത് പുറത്തു വന്നവനാ. 21-ാം വയസ്സിൽ മൗണ്ട് സയൺ ബൗൾ സെമിനാറിയിൽ പഠിപ്പാൻ തുടങ്ങി. 24-ാം വയസ്സിൽ ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി ദൈവം എന്നെ മാറ്റി. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്നതും ആ ദൈവത്തിന്റെ വിശ്വസ്തതയെന്നല്ലാതെ എന്താണ് പറയാനുള്ളത്? പ്രൈസ് ദി ലോർഡ്. നാം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. എന്താണ് പ്രാപിക്കുന്നതിന് വിരോധമായി ചിലത് ശക്തികളുണ്ട്. നിത്യതയിലെത്തിയെങ്കിൽ മാത്രമേ ചിലത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പക്കൽ പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പക്കൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നാം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. പൗലോസിന്റെ ഓട്ടത്തിനെതിരെ വെല്ലുവിളിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. ലോകത്തെ സ്നേഹിച്ച് ദേമാസ് പൗലോസിനെ വിട്ടുപോയി. അലക്സാണ്ടർ തനിക്കൊത്തിരി ഉപദ്രവങ്ങളെ ചെയ്തു. തനിക്ക് പറയുവാനുണ്ടായിരുന്നത് ശാരീരികമായ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ചർമ്മലിഖിതങ്ങൾ, തനിക്ക് പറയുവാനുണ്ടായിരുന്നത് പുതപ്പ്, വായനയ്ക്കുള്ള പുസ്തകങ്ങൾ. പക്ഷേ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, സ്ഥിരതയോടെ ഓടി തൻ്റെ ഓട്ടം പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ദൈവഭക്തനെ ദൈവം ബലപ്പെടുത്തുവാനിടയായി തീർന്നു. ഭൗതികമായിട്ട് ഒത്തിരി ഒന്നും തനിക്ക് പറയാനില്ല. എന്നാൽ തനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. എന്നെ ഏൽപ്പിച്ച തേജസ്സിന്റെ ശുശ്രൂഷ അല്പം പോലും പോരായ്മ വരാതെ അത് പൂർത്തീകരിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് ഉപദ്രവിയും ദൂഷകനുമായ ശൗലിനെ പൗലോസാക്കി മാറ്റുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ജാതികളുടെ മുമ്പിൽ അവനെ ഒരു അപ്പോസ്തലനായിട്ട് ദൈവം കണ്ടിരുന്നത്. നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആട്ടിടയനായ മോശയെ 40 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം, ആട്ടിടയ ബാലത്തിന് ശേഷം 20 ലക്ഷത്തിൽ പരം ജനത്തിന്റെ ജനനേതാവായി ദൈവം ഉയർത്തി. കർഷകനായിട്ടുള്ള ഏലിശയെ ദൈവം പ്രവാചക ശ്രേഷ്ഠനാക്കി മാറ്റി. മുക്കുവനായിരുന്ന പത്രോസിനെ ദൈവം മുഖ്യ പ്രഭാഷകനാക്കി മാറ്റി. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം ഇവിടെ ചുരുക്കുമ്പോൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തേജസ്സിന്റെ ശുശ്രൂഷ അല്പം പോലും പ്രഭമങ്ങാതെ വണ്ണം പ്രാപിച്ച അഭിഷേകത്തോടുകൂടെ ലഭിച്ച ദൈവകൃപയോടുകൂടെ പൂർത്തീകരിപ്പാനായിട്ട് സാധിക്കണം. ആദ്യ വിശ്വാസം അവസാനത്തോളം പൂർത്തീകരിപ്പാനായിട്ട് സാധിക്കണം. സ്ഥിരതയോടെ ഓടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ എൻ്റെ ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ അശോക് മാത്യു പെണ്ണക്കര ചർച്ച് ഓഫ് ഗോഡിലെ മെമ്പറാണ്. പിതാവ് ദൈവസഭയിലെ ഒരു പാസ്റ്ററായിരുന്നു. താൻ BSc മാത്സ് നല്ല നിലയിൽ പാസ്സായി.
MBAക്ക് അഡ്മിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച ഒരു അഭിഷിക്തനാണ്. നിശ്ചയമായും നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും ഇന്ന് പകൽ ശുശ്രൂഷ ചെയ്ത് ആരാണെന്ന്. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ആരംഭത്തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ വന്നത് ഇത് പറയാനും കൂടിയാണ്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് പാഷക്ക് അദ്ദേഹത്തോട് അത്രത്തോളം പരിചയമില്ല. എങ്കിലും ഇങ്ങനെയുള്ളതായ യുവ സുവിശേഷകന്മാർ ദൈവസഭയിൽ എഴുന്നേറ്റ് വരുന്നതിൽ നമ്മൾ അഭിമാനിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു സർവശക്തനായ ദൈവം, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം, നമ്മുടെ ദൈവസഭയിലെ ദൈവദാസന്മാർ കൺവെൻഷൻ പ്രഭാഷകരായി ഉയരുന്നതിൽ അഭിമാനിക്കുന്ന ഒരുവനാണ് ഞാൻ. നമ്മുടെ ദൈവദാസന്മാരെ നമ്മുടെ ലോക്കൽ സഭകളിലെ കൺവെൻഷനും ഡിസ്ട്രിക്ട് കൺവെൻഷനും ഒക്കെ വിളിച്ചാൽ പിന്നത്തേതിൽ അവർ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകരായി തീരും എന്നതിന് യാതൊരു സംശയവുമില്ല.